ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 5th ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന പാഠഭാഗത്തിലെ 82 തുടങ്ങി 86 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇൻ ദിസ് വീഡിയോ വി വിൽ സീ വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് റിട്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Question number 23. Which are the various types of writs? വിവിധ തരം റിട്ടുകൾ ഏതൊക്കെയാണ്? First one, habeas corpus. A court order that requires the custodian of an unlawfully detained person to bring the person before the court. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്. നെക്സ്റ്റ് വൺ, മാൻഡമസ്. An order issued when a court finds that an officer's failure to perform his statutory duty has prejudiced the rights of another person. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്. നെക്സ്റ്റ് വൺ, പ്രൊഹിബിഷൻ. An order of the Supreme Court or High Court prohibiting lower courts from hearing a case outside their jurisdiction. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ്. കോ വാറന്റോ. ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ എ കോർട്ട് റിസ്ട്രെയിനിങ് ആൻ ഓഫീസർ ഫ്രം ഹോൾഡിംഗ് എ പൊസിഷൻ ഫോർ വിച്ച് ഹീ ഈസ് നോട്ട് എൻടൈറ്റിൽഡ്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്. നെക്സ്റ്റ് വൺ, സെർഷ്യോററി. ആൻ ഓർഡർ ടു ട്രാൻസ്ഫർ എ കേസ് പെൻഡിങ് ഇൻ എ ലോവർ കോർട്ട് ടു ദ ഹയർ കോർട്ട്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എയിം ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇറ്റ്സ് എയിം ഈസ് ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ് ബൈ എൻഷുറിംഗ് ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കിക്കൊണ്ട് ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ആൻസർ, ആർട്ടിക്കിൾസ് 36 to 51 ഓഫ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഭരണഘടനയുടെ 4ാം ഭാഗത്തിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദ ലിബറൽ ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദാര ആശയങ്ങൾ പട്ടികപ്പെടുത്തുക. ആൻസർ, ഫസ്റ്റ് വൺ, പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക. യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺസ്. പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. തുല്യനീതിയും സൗജന്യ നിയമസഹായവും. പ്രൊവിഷൻ ഓഫ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അണ്ടർ 6 years ഓഫ് ഏജ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ. എൻവയോൺമെൻറ്റ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ. പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, വേജ് ഫോർ ലീവ്ലിഹുഡ് ഫോർ വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. നെക്സ്റ്റ് വൺ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്. തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. എൻഷുർ റെഗുലർ ആൻഡ് ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഗാന്ധിയൻ ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിയൻ ആശയങ്ങൾ പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ആൻസർ, ഓർഗനൈസ് ഗ്രാമപഞ്ചായത്സ്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. ഫോസ്റ്ററിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക. അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. കൃഷിയും മൃഗസംരക്ഷണവും. പ്രൊഹിബിഷൻ ഓഫ് കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം.
uplift of scheduled castes and scheduled tribes and other weaker sections. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. Next question. What aspects of social life do the directive principles of state policy touch upon? രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക ജീവിതത്തിൻ്റെ ഏതെല്ലാം വശങ്ങളെയാണ് സ്പർശിക്കുന്നത്? ആൻസർ: സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി, പബ്ലിക് വെൽഫെയർ ജനക്ഷേമം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, എക്കണോമിക്സ് സാമ്പത്തികം, ലോ നിയമം, ഇൻ്റർനാഷണൽ റിലേഷൻസ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ, എൻവയോൺമെൻറ്റ് പരിസ്ഥിതി, ലേബർ ഓർ എംപ്ലോയ്മെൻറ്റ് തൊഴിൽ, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അധികാര വികേന്ദ്രീകരണം. ഇത് പേജ് നമ്പർ 83 ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഐഡിയ വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ പഞ്ചായത്തി രാജ് നഗർപാലിക ആക്ട്സ് ഓഫ് 1993? 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ ഏത് ആശയമാണ് നടപ്പിലാക്കിയത്? ആൻസർ: ഗാന്ധിയൻ ഐഡിയ ഓഫ് ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്സ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയം. നെക്സ്റ്റ് വൺ. നെയിം ദ ആക്ട് വിച്ച് ഇംപ്ലിമെൻറ്റഡ് ദ ലിബറൽ ഐഡിയ ഓഫ് ഫ്രീ എഡ്യൂക്കേഷൻ. സൗജന്യ വിദ്യാഭ്യാസം എന്ന ഉദാര ആശയം നടപ്പിലാക്കിയ നിയമം ഏതാണ്? ആൻസർ: ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അതായത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. നെക്സ്റ്റ് വൺ. ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് വിച്ച് സ്പെസിഫിക് ഐഡിയ? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം ഏത് പ്രത്യേക ആശയത്തിൻ്റെ പ്രതിഫലനമാണ്? ആൻസർ: ലിബറൽ ഐഡിയ ഉദാര ആശയം. നെക്സ്റ്റ് വൺ. വിച്ച് സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് വാസ് ദ ഈക്വൽ പേ ആക്ട് ഓഫ് 1976 ഇനാക്റ്റഡ് ടു ഇംപ്ലിമെൻറ്റ്? 1976 തുല്യവേതന നിയമം ഏത് സോഷ്യലിസ്റ്റ് തത്വം പ്രാവർത്തികമാക്കുന്നതിനാണ് നടപ്പിലാക്കിയത്? ആൻസർ: ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇത് പേജ് നമ്പർ 84 താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ബോക്സിലെ ആൻസേഴ്സാണ്. നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്നതാണ് ചോദ്യം. ഫസ്റ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാൻ ബി റിസ്റ്റോർഡ് ത്രൂ ദ കോർട്ട്. കോടതി വഴി പുനഃസ്ഥാപിക്കാൻ കഴിയും. ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് ആർ കോംപ്ലക്സ്. ഭേദഗതി നടപടികൾ സങ്കീർണമാണ്. മേക്സ് പൊളിറ്റിക്കൽ ഡെമോക്രസി എ റിയാലിറ്റി. രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കനോട്ട് ബി റീസ്റ്റോർഡ് ത്രൂ ദ കോർട്ട്. കോടതി വഴി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. ഡയറക്ട്സ് ദ ഗവൺമെൻറ് ടു ഡു സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. എൻഷുവേഴ്സ് ദ വെൽഫെയർ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് ആർ സിമ്പിൾ. ഭേദഗതി നടപടികൾ ലളിതമാണ്. റിയലൈസസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെ സാക്ഷാത്കരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരാണ്? ആൻസർ: സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ് വൺ. ലിസ്റ്റ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഒബേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുകയും ചെയ്യുക. നർച്ചർ ആൻഡ് പെർസ്യൂ ദ നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. നമ്മുടെ ദേശീയ പോരാട്ടത്തിന് പ്രചോദനമായ ഉദാത്തമായ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. രാജ്യത്തെ സംരക്ഷിക്കുകയും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുക. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രിയേച്ചേഴ്സ്. വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവയുൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുക. ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം.
ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും മനോഭാവം എന്നിവ വികസിപ്പിക്കുക. ഇതും പേജ് നമ്പർ 86-ൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.